പലപ്പോഴും നമ്മുടെ ഒരു ഒരു സ്റ്റുഡൻറ് പോപ്പുലേഷനിൽ, പ്രത്യേകിച്ചും ബിടെക് കഴിഞ്ഞ ഒരു പോപ്പുലേഷനിൽ നമ്മുടെ ഈ ഒരു എംടെക്കിന്റെ ഓപ്പർച്യൂണിറ്റീസ്, എംടെക്കിന്റെ പല വിധത്തിലുള്ള സ്റ്റൈപ്പൻഡ് ഉണ്ട്. അപ്പൊ ഇതൊന്നും എത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പലരും ഒരുപക്ഷെ ഗേറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് എംടെക്കിന് പോകുന്നില്ല, സ്റ്റൈപ്പൻഡ് കിട്ടില്ല, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പലരും എംടെക്കിന് അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗേറ്റ് സ്കോർ ഇല്ലെങ്കിൽ പോലും പല വിധത്തിലുള്ള സ്കോളർഷിപ്പ് ഇന്ന് ലഭ്യമാണ്. അത് മാത്രമല്ല, പലതരത്തിലുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ കരിക്കുലം പ്രകാരം സെക്കൻഡ് ഇയർ ഈ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിലൂടെ അത് പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നല്ല രീതിയിലുള്ള സാധ്യതയുണ്ട്. പല കമ്പനികളും, ടാറ്റ LXC, ബോഷ്, ഇങ്ങനെയുള്ള പല കമ്പനികൾ ഇങ്ങനെ ഇന്റേൺഷിപ്പ് ഒരു 75% ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എംടെക് ചെയ്തു കഴിഞ്ഞാൽ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ IIT-കളിലും NIT-കളിലും PhD ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ഈവൻ ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ തന്നെ പോസ്റ്റ് ഡോക്ക് ചെയ്യാനും, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖ IIT-കളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഫാക്കൽറ്റി ആയിട്ട് തിരിച്ചു വരാനും സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ഗ്രാൻസ് സ്കോളർഷിപ്പ്, അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഓരോ കോളേജിലെയും മിടുക്കരായ 5 വിദ്യാർത്ഥികൾക്ക് DTEയുടെ, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം പ്രയോജനപ്പെടുത്തി നമുക്ക് സാധിക്കുന്ന കുട്ടികളെല്ലാം, നമുക്ക് പ്ലേസ്മെന്റ് ആയിട്ടില്ലെങ്കിൽ എംടെക്കിന് പോകണം. നമ്മുടെ ഒരു ലൈഫ് തന്നെ ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ എംടെക്കിന് വന്ന് ഒരു PhD-ക്കൊക്കെ പോയി നമ്മുടെ ആ ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതിൽ കഴിയുമെന്നുള്ളവർ ജോയിൻ ചെയ്യണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, എത്രയേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും, അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ മേജർ സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സെഷൻ ഹാൻഡിൽ ചെയ്യാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ അരുൺ സുരേന്ദ്രൻ സാറാണ്. സാർ ഇപ്പോൾ ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ട്രാറ്റജിക് ഡയറക്ടറും പ്രിൻസിപ്പളുമായിട്ട് ആക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബിടെക് ഡിഗ്രി IIT ബോംബെയിൽ നിന്നാണ്. തുടർന്ന് PhD-യും മാസ്റ്റേഴ്സ് ഇൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും ടെക്സാസ് A&M യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, നിഷ് തുടങ്ങിയ ഏജൻസികളുടെ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധനായ, മികവാർന്ന ഒരു അക്കാഡമിഷ്യനാണ്. 2 ടെക്സ്റ്റ് ബുക്കുകൾ സ്റ്റാർട്ടപ്പ് ഹാബിറ്റാറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സാറിൻ്റെതായിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെയും അതിനുപരിയായിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട്, ആധികാരികമായിട്ട് സംസാരിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ്. സാർ ഈ വെബിനാറിലേക്ക് കടന്നു വരാൻ, CET-യുടെ ക്ഷണമനുസരിച്ച് കടന്നു വരാൻ തയ്യാറായതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സെഷന് വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യും. താങ്ക് യു സർ. ജോയ് സർ, എന്നെ വ്യക്തമായിട്ട് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ് സർ, കേൾക്കാം. താങ്ക് യു സേവ്യർ സാർ ഫോർ ദാറ്റ് വെരി പ്രിസൈസ്. വളരെ ചുരുക്കിയാണെങ്കിലും പ്രധാന പോയിന്റുകളെല്ലാം തന്നെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞു. NSS കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ തന്നെ NSS വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആവേശവും സാമൂഹ്യ പ്രതിബദ്ധതയും ടീം വർക്കും കൊളാബറേറ്റീവ് എഫേർട്ടും എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടികൾ കോവിഡ് സമയത്ത് ഏറ്റവും അധികം NSS-ന്റെ ഭാഗത്ത് നിന്ന് പ്രയത്നിച്ച കുട്ടികളായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തത് കുട്ടികളല്ല, നിങ്ങൾ നല്ലൊരു സീനിയർ സ്റ്റുഡൻസ് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോട് ഇങ്ങനെ ഒരു സായാഹ്നം ചെലവഴിക്കാൻ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് സാറ് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ 100% ഞാൻ ഇതിന് റെഡിയാണ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ശാസ്ത്രവേദിയുമായി ചേർന്നിട്ട് യങ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ
ഒരു ജൂനിയർ വിങ് പോലെയാണ്. യങ് ഇന്ത്യൻസ് എന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴും സ്വയം വിളിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ്. 45 വയസ്സ് വരെ അതിൻ്റെ അത് നിൽക്കാം. ഞാൻ കഴിഞ്ഞ കൊല്ലം അതിൽ നിന്ന് പുറത്തു പോയി, പക്ഷേ യങ് ഇന്ത്യൻസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഈ യങ് ഇന്ത്യൻസ് സംഘടനയും ശാസ്ത്രവേദിയും കൂടി ചേർന്നിട്ട് കഴിഞ്ഞ ആഴ്ച എബ്രോഡ് വൈബ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ തിരുവനന്തപുരം ഹയാത്ത് റിജൻസി ഹോട്ടലിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇതില് തിരുവനന്തപുരത്തെ ഏകദേശം 10 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള കുട്ടികൾ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, 2 സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, 2-3 സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെ ഒരുപറ്റം വിദ്യാർത്ഥികളും, അതുപോലെ സ്വീഡൻ, ഫിൻലൻഡ്, UK, അയർലൻഡ്, USA, കാനഡ മുതലായ രാജ്യങ്ങളിൽ ഓൾറെഡി എത്തിയ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അവിടെ പ്രൊഫസർമാരായവരും അവരുടെ വീഡിയോ മെസ്സേജുകളിലൂടെ. അപ്പോൾ ഒരു വാട്ട് ഈസ് ദിസ് ട്രെൻഡ് ബിഹൈൻഡ് ഗോയിങ് അബ്രോഡ് എന്നുള്ളതായിരുന്നു ഇതിലെ പ്രധാന വിഷയം. അപ്പൊ അതില് ട്രിനിറ്റി കോളേജിലെ ഒരു അലൂമിനി ഏഞ്ചൽ സണ്ണി ഷാരൺ, ഷീ ജസ്റ്റ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻവിച്ച്, അവിടെ പോയി 2 വർഷം സ്പെൻഡ് ചെയ്തു. നൗ ഷീ ഈസ് വർക്കിംഗ് ദർ. ഏഞ്ചല് സംസാരിക്കുന്നതിന്റെ ഇടയിൽ, അപ്പൊ ഏഞ്ചലിനെ എനിക്ക് വർഷങ്ങളായിട്ട് ട്രിനിറ്റി എന്നുള്ള സമയം തൊട്ടേ അറിയാം. ദെൻ ഷീ വർക്ക് ഹിയർ ഇൻ ട്രിവാൻഡ്രം, ദെൻ ഷീ വെന്റ് അബ്രോഡ് ഫോർ മാസ്റ്റേഴ്സ്. അപ്പൊ ഏഞ്ചൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു അവിടെ ഉള്ള ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡം, അക്കാഡമിക് ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി വൈൽ ഡൂയിങ് മാസ്റ്റേഴ്സ്. അപ്പൊ എനിക്ക്, ആൻഡ് ഷീ സെഡ് ഇറ്റ് ആസ് എ ഗ്രേറ്റ്ലി അപ്പീലിംഗ് ഫീച്ചർ. അപ്പോൾ ആൻഡ് ഇൻ കോൺട്രാസ്റ്റ് ടു വാട്ട് ഷീ എക്സ്പീരിയൻസ്ഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇതിലെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ആണ് ഏഞ്ചൽ എക്സ്പീരിയൻസ് ചെയ്തത്, അവിടുത്തെ മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പൊ എനിക്കും ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. 2000 ഞാൻ ടെക്സസ് A&M ജോയിൻ ചെയ്യുന്നത്. അന്ന് അവിടെ മാസ്റ്റേഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് ടീച്ചിങ് അസിസ്റ്റന്റ് ജോബ് അവിടെ ഉണ്ടായിരുന്നു. ഐ വാസ് എ ടീച്ചിങ് അസിസ്റ്റന്റ്. അപ്പോഴെനിക്ക് അവിടുത്തെ അണ്ടർ ഗ്രാഡിന്റെ പ്രഷർ അറിയാം. അത് നമ്മൾ ഇവിടുത്തെ ബിടെക്കിന് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സ്ട്രിഞ്ചന്റും സ്ട്രെനുവസും ആണ് അവിടുത്തെ ഡീപ്ലി എൻഗേജിങ് ബിടെക്. അത് കഴിഞ്ഞ് നാച്ചുറലി മാസ്റ്റേഴ്സിന് പോകുമ്പോൾ വി എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് എ ലോട്ട് ഓഫ് ഫ്രീഡം. പക്ഷെ അതേ ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിൽ മറ്റെവിടെയും പോണ്ട, കേരളത്തിലെ തന്നെ M.Tech കരിക്കുലം, അതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കരിക്കുലം എടുത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു കെൻ അണ്ടർസ്റ്റാൻഡ് പുറത്ത് കിട്ടുന്ന അത്രയും തന്നെ ഫ്രീഡവും ഫ്ലെക്സിബിലിറ്റിയും ഇവിടുത്തെ മാസ്റ്റേഴ്സ് കോഴ്സിനും നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രോഡ് കമ്പാരിസൺ വെച്ചുകൊണ്ട് തുടങ്ങാം. സോ വെൻ യു ഹിയർ അതർ പീപ്പിൾ ടോക്ക് അബൌട്ട് ദ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അക്കാഡമിക് ഓപ്പർച്യൂണിറ്റീസ് അബ്രോഡ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അവർ മാസ്റ്റേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ബിടെക്കിന് നമ്മുടെ നാട്ടിൽ കുറെ കൂടെ ഫ്രീഡം അല്ല, കുറച്ചുകൂടെ സ്ട്രെയിനും സ്ട്രെസ്സും കുറവാണ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. ബട്ട് നൺ ഓഫ് ദീസ് പീപ്പിൾ ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്. അവർ അവിടെ അണ്ടർഗ്രാഡിന് പോയിരുന്നെങ്കിൽ വേറൊരു അഭിപ്രായമായിരിക്കും പറഞ്ഞത്. ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക്സ് ഓഫ് M.Tech പ്രോഗ്രാംസ് ഈ പ്രസന്റേഷന് ശേഷം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് ജോയ് സാർ ഓൾറെഡി ഇൻറ്റിമേറ്റ് ചെയ്തു. CET-യിലുള്ള M.Tech പ്രോഗ്രാംസും KTU-യിലുള്ള M.Tech പ്രോഗ്രാംസിനെ പറ്റിയും ഇപ്പോൾ സേവ്യർ സാർ പറഞ്ഞു. അപ്പോൾ എനിക്ക് കൺവേ ചെയ്യാൻ ഞാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഫണ്ടമെന്റൽ റീസണിങ് ആണ്. നിങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു 45-50 പേര്, അതും NSSന്റെ വോളണ്ടിയേഴ്സ് ആയിരുന്ന മിടുക്കരായ അണ്ടർഗ്രാഡ് സ്റ്റുഡൻസ്, വൈ യു ഷുഡ് കൺസിഡർ ടേക്കിംഗ് ആൻ M.Tech. ഇതിന് ഒരു 4-5 കാരണങ്ങൾ വ്യക്തമാക്കാനാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളെപ്പോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ PhD കൂടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഉള്ള that level of exposure that you get or the opportunities that you get, അത് അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത് ചെയ്യേണ്ട ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ഇതിനൊരു 5 പ്രധാന കാരണങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അണ്ടർ ഗ്രാജുവേറ്റ് പഠിക്കുമ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ കൂടി മെക്കാനിക്കൽ എടുക്കാം, ഇലക്ട്രിക്കൽ എടുക്കാം, ഇലക്ട്രോണിക്സ് എടുക്കാം, ചിലർ വളരെ ഡീപ്പായിട്ട് അപ്പം തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ ഏതെടുത്താലും അതിനകത്ത് വി ആർ ഗെറ്റിംഗ് എ ഫെയർലി വൈഡ് എക്സ്പോഷർ. ഫോർ എക്സാമ്പിൾ, മെക്കാനിക്കൽ എടുത്തു എന്ന് വിചാരിക്കാം. യു വിൽ ഗെറ്റ് 1 or 2 കോഴ്സസ് ഇൻ തെർമോഡൈനാമിക്സ്, യു ഗെറ്റ് 1 or 2 കോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, യു വിൽ ഗെറ്റ് 1 or 2 കോഴ്സസ് ഇൻ മെഷീൻ ഡിസൈൻ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ സോളിഡും ലിക്വിഡും ഗ്യാസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിനകത്ത് യു ആർ ഗെറ്റിംഗ് എ ഫെയർലി ഡീസെന്റ് ബട്ട് നോട്ട് സോ ഡീപ്പ് ഇൻട്രൊഡക്ഷൻ. ഇതിനകത്ത് നമ്മുടെ അഭിരുചിയും ടേസ്റ്റും മനസ്സിലാക്കാൻ പറ്റുന്ന, ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നവർക്കറിയാം, ചിലർക്ക് അതിലെ എൻവയോൺമെന്റലിന്റെ കോഴ്സ് വളരെ ഫാസിനേറ്റിംഗ് ആയി,
ചിലർക്ക് അതിന്റെ സ്ട്രക്ചറൽ കോഴ്സ് വളരെ ഫാസിനേറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് അതുമല്ല മെറ്റീരിയൽസിന്റെ കോഴ്സ് ആയിരിക്കും ഫാസിനേറ്റിംഗ്. ഇങ്ങനെ യു വിൽ ഗെറ്റ് എ ഫെയർലി ഡീസെന്റ് ഐഡിയ, ബട്ട് യു വിൽ ഓൾസോ ബി ഏബിൾ ടു റിക്കഗ്നൈസ് വിച്ച് സൈഡ് യു ആർ ഇൻക്ലൈൻ ടു. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ, അതിൽ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, കോഡിംഗ് ആണോ, UX ആണോ, ഇന്റർഫേസ് ആണോ, നിങ്ങൾക്ക് ഏതാണ്, നെറ്റ്വർക്കിംഗ് ആണോ, ഏതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഫെയർലി ഗുഡ് ഇൻക്ലൈൻസ് ഇഫ് യു ഹാവ് ബീൻ പേയിങ് അറ്റൻഷൻ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഒരു കരിയർ കെട്ടിപ്പടുക്കേണ്ട കാര്യം, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി തരുന്നത്. അപ്പൊ അതിനുള്ളിൽ when you go in, you are laying the foundations of a very very productive career. ഇപ്പൊ എഞ്ചിനീയറിംഗിൽ തന്നെ നിൽക്കണമെന്ന് താല്പര്യം ഇല്ലാത്തവരുണ്ടായിരിക്കാം, they might shift to MBA after working for 2 years. പക്ഷേ എഞ്ചിനീയറിംഗിൽ ഒരു ലൈഫ് ലോങ് കരിയർ ആണ് കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ then the 2 years that you spend on getting a master's degree will lay a very very solid foundation into the specialization that you are interested in. ഇതാണ് ഇതിലെ മെയിൻ ട്രസ്റ്റും ക്രക്സും. So this is why you should consider it, because you are going to aim for a very very long career. നമ്മുടെ നാട്ടിലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയെ വെച്ച് നോക്കുമ്പോൾ യു ആർ ലുക്കിംഗ് അറ്റ് എ വെരി ഫെയർലി ലോങ് കരിയർ പാത്ത്. 22-ാമത്തെ വയസ്സിലോ 25-ാമത്തെ വയസ്സിലോ കരിയർ തുടങ്ങുന്ന ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് 50 years of productive life is ahead, considering the way technology is progressing, considering the way the healthcare is progressing. അപ്പൊ അത്രയും ലോങ് ആയിട്ടുള്ളതിന് ഈ 2 വർഷത്തെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ചങ്ക് ഓഫ് ടൈം ഓഫ് യുവർ ലൈഫ് ദാറ്റ് യു ആർ സ്പെൻഡിങ്, but it is going to be a significant chunk which will make a huge difference to how your trajectory is going to change. Because first of all, you are going to come out of this program with very very good foundation into your specialization. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ അണ്ടർഗ്രാഡിൽ നമുക്ക് എല്ലാത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടി. പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ളവര്, പെട്ടെന്ന് ശമ്പളം വാങ്ങിക്കണമെന്നുള്ളവര്, അവരുടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം, ജമ്പ് ഇൻ ടു ഇറ്റ് ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ഫർദർ സ്റ്റഡി. പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. അണ്ടർ ഗ്രാജുവേഷന് പഠിച്ചതുപോലെ ഒരു പഠന പ്രക്രിയ അല്ല മാസ്റ്റേഴ്സിന് വരുന്നത്. ഹിയർ ഇറ്റ് ഈസ് മോർ ഓഫ് സെൽഫ് ലേണിംഗ് ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രേറ്റ് എഡ്യൂക്കേഷൻ. കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട്, കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട്, ക്ലാസ് റൂം ടൈം കുറഞ്ഞ ഒരു സിസ്റ്റത്തിൽ കൂടെ 2 വർഷം കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇനി അങ്ങോട്ട് നോളജ് ഇക്കണോമിയുടെ കാലമാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും അവരവരുടെ രീതിയിൽ സെൽഫ് ലേണിംഗിന്റെ പുതിയ തലങ്ങൾ കണ്ടെത്തേണ്ടി വരും. അപ്പൊ അതിനൊരു സോളിഡ് ഫൗണ്ടേഷൻ കൂടി ഇടലാണ്. സോ നോട്ട് ഓൺലി ദ സബ്ജക്ട് ബട്ട് ഓൾസോ ഹൗ ഐ ക്യാൻ കണ്ടിന്യൂ ടു ലേൺ, ബിക്കോസ് ഓൾ ഓഫ് us നീഡ് ടു ബി ലൈഫ് ലോങ് ലേണേഴ്സ്. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിലോട്ടൊരു ക്യൂരിയോസിറ്റിയും കമ്മിറ്റ്മെന്റും ബിൽഡ് ചെയ്യാനും അതിനുള്ളൊരു ഫൗണ്ടേഷൻ കൂടി ഈ 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടും. അതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും നമ്മുടെ നാടിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരാണ്, NSSന്റെ വോളണ്ടിയേഴ്സ് ആയിരുന്നവരാണ്. ഇന്ത്യയിൽ ഇന്നും ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ 30% ഉള്ളൂ, അതിൽ താഴെയാണ്. നമ്മൾ കേരളത്തിന്റെ കേസ് എടുത്താൽ പോലും ഇത് 44% ഉള്ളൂ. എന്ന് വെച്ചാൽ 3-ൽ 1 ഇന്ത്യക്കാരൻ മാത്രമേ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി മാത്രമേ ഹയർ എഡ്യൂക്കേഷന് വരുന്നുള്ളൂ. കേരളത്തിൽ പോലും 2-ൽ 1. അതിന്റെ അർത്ഥം ഇനിയും നമുക്ക് ഒരുപാട് നല്ല ടീച്ചേഴ്സിന്റെയും ട്രെയിനേഴ്സിന്റെയും റിസർച്ചേഴ്സിന്റെയും ആവശ്യമുണ്ട്. മാറി വരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, വി ആർ ഗോയിങ് ടു ഹാവ് സോ മച്ച് ഓഫ് ട്രസ്റ്റ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ ടു ടീച്ച്. അപ്പൊ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ പോയാൽ തന്നെയും the more experience you gain, the more you will have to be a good teacher to the succeeding generations of engineers who come in. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് മാറും ആസ് എഞ്ചിനീയേഴ്സ്. ആൻഡ് therefore this would be a great preparatory stage to start experiencing that whole process as well. അപ്പൊ അങ്ങനെ ടീച്ചിങ് കരിയറിൽ നിങ്ങൾക്ക് പെർസെ ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കൂടി India will need a lot of experienced teachers. We'll need a lot of researchers who are teachers. We'll need a lot of people who can take it to the public, translate their research into things that are useful. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് വരാൻ കൂടി നിങ്ങളെ പോലെ ഉള്ളവർക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് കഴിയും. ഇനി ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ വിഷയം എന്താണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും NSS വോളണ്ടിയേഴ്സ് ആയതുകൊണ്ട് പത്രം വായിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം. ഇക്കണോമിക് സൈക്കിൾസിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. There will be upturns and downturns. Okay? ഈ
just last July 2024 മാത്രം IT sector has laid off around 1 lakh people. US economy, everybody is expecting to enter into a recession. US il oru election നടക്കുന്നു. India just came out of an election, but we know what are the problems that are happening in all our neighboring countries. We know there are tensions and 1-2 wars are being fought currently. This is not a great time when lot of companies will invest and try to grow. ഇങ്ങനെ ഒരു ഇക്കണോമിക് അൺസർട്ടനിറ്റി ആണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഫേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് the safest places to be in are universities. അവിടെ പോയി പുതിയ സ്കിൽ സെറ്റ് അക്വയർ ചെയ്യുക, പുതിയ നോളജ് അക്വയർ ചെയ്യുക, പുതിയ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുക, R&Dയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, so that when the market picks up, sure it will pick up. We have seen these cycles for hundreds of years now. അപ്പൊ അങ്ങനെ മാർക്കറ്റ് പിക്കപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് when jobs are aplenty, you will come out much higher qualified than people who did not make use of this hidden opportunity where you could go ahead and. അപ്പൊ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ സേവ്യർ സാർ പറഞ്ഞ പോലെ there are tons of fellowships and scholarships that you can utilize, and every institution that's worthwhile is offering them. അപ്പൊ this is a stepping stone. So you can consider these factors. First, you can lay a solid foundation for your very long, illustrious career. Secondly, you will get into the habit of self-learning, discipline learning, teaching learning process and so on. Third, you can always entertain the option of getting into academia once you have a master's degree, once you have some experience having worked on a thesis. Fourth, ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു ഡൗൺവേർഡ് ഇക്കണോമിക് സൈക്കിളിൽ ഇറ്റ് മൈറ്റ് ബി ബെറ്റർ ഫോർ പീപ്പിൾ ടു വെയിറ്റ് എ വയൽ ആൻഡ് വയൽ വെയിറ്റിംഗ് pick up a lot more skills and degrees and so on. So ഈ ഒരു outset is for why you should consider this. And then what are the opportunities that are now available in Kerala? CET-ലോട്ട് വരുന്നതിന് മുമ്പ് let me tell you a little bit about what KTU has offered. കഴിഞ്ഞ കൊല്ലമാണ് ഇതിൽ ഈ റാപ്പിഡ് ചേഞ്ച് വന്നത്. Where I think practically the entire second year is being spent on internship, which is also considered as a research project and project where you are working very, very closely with the industry or you are creating your own startup, right? അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട്, because engineering is doing, it's not saying, it is not talking, it is not speech making. Engineering is doing. കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. We are model makers, we are creators, we are change makers in the world. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് യുവർ MTech is going in that direction. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ച് പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ ഇവിടെ തന്നെ ബാർട്ടൺ ഹില്ലൊക്കെ നടക്കുന്നുണ്ട്, വേർ ലോഡ് ഓഫ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആർ കൊളാബറേറ്റിംഗ്. അപ്പൊ അങ്ങനത്തെ കൊളാബറേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറിന്റെ പൊട്ടൻഷ്യൽ ഇതിന്റെ അകത്ത് കിടപ്പുണ്ട്, വിച്ച് ഇസ് സോ യൂസ്ഫുൾ at this stage, right? Where you will start networking not only with the best faculty members around the world by getting into a program here, sitting here in Kerala itself, but you will also network with അവിടെയുള്ള നിങ്ങളുടെ സമപ്രായക്കാരായ അടുത്ത ഭാവിയിലെ ലോകം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് മുന്നേറാൻ സാധ്യതയുള്ള കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു യുവതലമുറയെ കൂടെ സിംഗപ്പൂരിലോ സൗത്ത് കൊറിയയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താനുള്ളൊരു അവസരം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ നമുക്ക് ഇത്രയധികം നെറ്റ്വർക്ക് ഉള്ളത് ലിങ്ക്ഡിൻ ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, അക്കാഡമിയ ഉപയോഗിക്കാം. ഇതെല്ലാം ഉപയോഗിച്ച് അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും. രണ്ടാമത്, ഒരു ഡോക്യുമെന്റേഷൻ സ്കില്ല് നമുക്കുണ്ടാവും. ഇന്നിപ്പോ എല്ലാവരും ChatGPT വഴി വളരെയധികം സ്പീച്ചുകളും നോട്ടുകളും ഒക്കെ തട്ടിവിടുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഒരു പ്രൊഫഷണൽ will learn to work step by step and go on documenting whatever it is that he or she does. ആ ഒരു habit, that kind of a discipline and a step by step systematic procedure towards success will be inculcated in you if you get into such programs. ഇപ്പൊ KTUവിന്റെ കേസിൽ there are 4 large schools that have been declared, and ആ schools തന്നെ നമുക്കറിയാം, they are not specific branch names BTechile പോലെ അല്ല. There is School of Building Sciences, the School of Life Sciences, School of Communication, School of Computation. അപ്പൊ ഇതിനകത്തൊക്കെയാണ്. അപ്പൊ ഈ School of Electrical Sciences is offering an MTech on electric vehicle technology. അതിന്റെ റെലവൻസ് ഇപ്പൊ ആരോടത്തും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. We know the entire world is moving in that direction. So now will be a good time to get qualified in that. അപ്പൊ അതുപോലത്തെ പ്രോഗ്രാംസ്, സ്പെസിഫിക് പ്രോഗ്രാംസ് യു ക്യാൻ ലുക്ക് ഫോർ. ഓൾ ഓഫ് ദം ഹാവ് ഇൻഡസ്ട്രി കൊളാബറേഷൻ. സാർ ഇവിടെ നമ്മുടെ ബോഷിന്റെ കാര്യം പറഞ്ഞു.
ബോഷുമായിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്ന എംടെക് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സിമിലർലി ടാറ്റ എലക്സി ആണ് SCT ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് യു ആർ വർക്കിംഗ് സോ ക്ലോസ് വിത്ത് ഇൻഡസ്ട്രി. ഇതൊരു റിക്രൂട്ട്മെന്റ് ചാനൽ ആയി തന്നെ മാറും. ആൻഡ് യു മൈറ്റ് ഈവൻ കം അപ്പ് വിത്ത് സം പേറ്റന്റ്സ് ആൻഡ് സം ഡീപ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വിച്ച് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ ദ കമ്പനി ആൻഡ് ഫോർ യുവർ ഓൺ സേക്ക്. അപ്പൊ ഇതില് നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്. ഇത് ഈ 180 ക്രെഡിറ്റ്സോ അതിന്റെ പ്രഷറോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വന്തം ലൈഫ് എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യണം, ഞാൻ ജനറേറ്റ് ചെയ്യുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെ എനിക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള ഒരു തിങ്കിങ്ങിനുള്ള ഒരു അവസരം കൂടി. ആൻഡ് ദാറ്റ് ടു ഇൻ സം ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസസ് ഇൻ ഇന്ത്യ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ BTech പഠിച്ച കോളേജിൽ നിന്ന് യു ക്യാൻ മൂവ് ഓൺ to a higher ranked, better recognized college to take your MTech, so that immediately your level of recognition changes, right? To come from a background which may not be a highly recognized college, but you can do your masters in a very top ranked college in Kerala. But adithanna immediately how you are recognized in the world, what is the alumni that you belong to, adum അതിനുള്ള ഒരു അവസരമാണ്. ആ അലൂമിനി നെറ്റ്വർക്കിന്റെ പവർ, ഫോർ എക്സാമ്പിൾ, ഇത് കൺസിഡർ ചെയ്താൽ നമ്മുടെ ഇപ്പം നാട്ടിൽ തന്നെ CET അലൂമിനി, സീറ്റ കൺസിഡർ ചെയ്യുക, TKM അലൂമിനി കൺസിഡർ ചെയ്യുക, ഹ്യൂജ് നെറ്റ്വർക്ക് അറൗണ്ട് ദി വേൾഡ്. സോ മാസ്റ്റേഴ്സ് ഓഫേഴ്സ് യു എ പോസിബിലിറ്റി ടു ഗെറ്റ് ഇൻ ടു ദോസ് നെറ്റ്വർക്ക്സ് ആസ് വെൽ. അതും കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യുക. ആൻഡ് യു വിൽ ഓൾസോ ബി വർക്കിംഗ് ഇൻ പാരലൽ, കണക്ടിങ് ടു ഇൻഡസ്ട്രീസ്, ഡെവലപ്പിംഗ് യുവർ ഓൺ കരിയർ. ട്രാൻസ്ലേഷണൽ എഞ്ചിനീയറിംഗിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് നമ്മൾ അണ്ടർ ഗ്രാഡ് പഠിക്കുമ്പോൾ വളരെ കുറച്ച് റെക്കഗ്നിഷൻ നമുക്കുള്ളൂ കേരളത്തിലത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. ബാലഗോപാൽ സാറ്, തെർമോ പെൻപോൾ പോലെ കമ്പനി സ്ഥാപിച്ച ബാലഗോപാൽ സാറ് അണ്ടർ ദ റേഡാർ എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ 50 കമ്പനികൾ, വേൾഡ് ക്ലാസ് കമ്പനികൾ വിച്ച് ആർ ദെയർ ഇൻ അവർ ലിറ്റിൽ കേരള. പക്ഷെ നമ്മളെല്ലാവരും ഇൻഡസ്ട്രിയൽ വിസിറ്റിന് കുലു മനാലിയിലും ഗോവയിലും ഒക്കെ പോയി അണ്ടർ ഗ്രാഡ് ആയിരുന്നു. അപ്പം നൗ ഇസ് ദ ടൈം ടു റിക്കഗ്നൈസ് വാട്ട് ആർ ദീസ് ഗ്രേറ്റ് ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ അവർ ഓൺ കൺട്രി, റിയലി അവർ ഓൺ സ്റ്റേറ്റ്. ഡീപ് ടെക്, ഹൈ ടെക്, ശ്രീചിത്ര പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നടക്കുന്ന എഞ്ചിനീയറിംഗ് എന്താണ്, എന്ത് ലെവലാണ്, അതിലൊക്കെ നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു അവയർനെസ്സിന് കൂടി ഈ ട്രാൻസ്ലേഷൻ കൂടി നമ്മൾ വർക്ക് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന സാധനം, പ്രോട്ടോടൈപ്പ് ചെയ്തെടുക്കുന്ന സാധനം ഒക്കെ ബി കണക്റ്റഡ്. ആൻഡ് ഐ വിൽ ഗ്യാരണ്ടി യു, അണ്ടർ ഗ്രാജുവേഷനിൽ നമ്മൾ പരിചയപ്പെട്ട അതേ പ്രൊഫസർമാരെ മാസ്റ്റേഴ്സ് ലെവലിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ ദേ ആർ എ ടോട്ടലി ഡിഫറെന്റ് ബ്രാൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് ലീഡേഴ്സ്. കാരണം മാസ്റ്റേഴ്സ് ലെവലിൽ നമ്മളെ ഇന്ററാക്ഷനിൽ വി ആർ കൊളാബറേറ്റിംഗ് വിത്ത് ദം അറ്റ് റിസർച്ച് ലെവൽ. അപ്പൊ ഇവർ ഈ ടേക്കപ്പ് ചെയ്തിരിക്കുന്ന കൂൾ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇത് അണ്ടർ ഗ്രാഡിൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ ഫൈനൽ ഇയറിൽ എങ്ങാനും ഇങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയാലായി. ഇപ്പൊ ആ കരിക്കുലവും KTU ചേഞ്ച് ചെയ്യുന്നുണ്ട്, അവർക്കും ഫൈനൽ ഇയറിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഓൾറെഡി മാസ്റ്റേഴ്സിലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന അധ്യാപകർ തന്നെ അവരെന്തുമാത്രം നല്ല പ്രോജക്റ്റുകൾ ചെയ്യും, അതിലൊക്കെ ഒരു അവസരവും കൂടി നമുക്ക് ഇതുവഴി കിട്ടും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ഈ പറഞ്ഞ ഫോറിൻ അക്കാഡമിക് കൊളാബറേഷൻസ്, deep industry collaborations, translational possibilities, and finally quite a flexible curriculum. Number of electives നോക്കിയാൽ മാത്രം തന്നെ മനസ്സിലാവും. അപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ട് CET ഓഫർ ചെയ്യുന്ന കോഴ്സസ് നോക്കുക, MTechന് the amount of specialization, the amount of available courses, that will really allow you to pick something that you really like, apply for it, get admission and get started on a very long and successful career. അതിനുള്ള ഒരു ചാൻസ് ആണ്. ഞാൻ ഇന്ന് ആ ലിസ്റ്റിൽ ഒരുപാടുണ്ട്, couple of dozen perhaps. അതിൽ ഇന്റർഡിസിപ്ലിനറി ബ്യൂട്ടിഫുൾ സബ്ജക്ട്സ്. അപ്പൊ മേ ബി വൈൽ യു ആർ സ്റ്റഡിയിങ് യു ഡെവലപ്ഡ് ഫ്രണ്ട്ഷിപ്സ് വിത്ത് അതർ എഞ്ചിനീയേഴ്സ്. നമുക്ക് കുറച്ചൊക്കെ അക്കരെ പച്ച കൺസിഡർ ചെയ്താൽ തന്നെ ബാക്കി ബ്രാഞ്ചുകളിൽ എന്താണ് നടക്കുന്നത് അത് ചിലപ്പോൾ നമുക്ക് എക്സൈറ്റിംഗ് ആയി കാണും. maybe collaboration of couple of branches, multidisciplinary, interdisciplinary projects എടുക്കാൻ പറ്റുമോ, അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന 2 വർഷത്തെ സാവകാശം നമുക്ക് 25 വയസ്സിന് മുമ്പ് തന്നെ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം 25-26 വയസ്സാവുമ്പോൾ തന്നെ, which is quarter of your life. അതിന് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് MTechനെ കൺസിഡർ ചെയ്തു. ഇതിനകത്ത് കിട്ടാവുന്ന സ്കോളർഷിപ്പുകളും AICTയുടെ തന്നെ ഇഷ്ടം പോലെ ഗ്രാൻസ് ഉണ്ട്, ഗ്രാൻഡ് സ്കീം, ഇതെല്ലാം ഉപയോഗിക്കാനും. ബട്ട് ഫസ്റ്റ് മേക്ക് അപ്പ് യുവർ മൈൻഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു ദിസ് because I need to have a solid foundation, because I need to find the connect with the industry and the research body, because I want to make a difference to this world. NSSലെ കുട്ടികൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അത്രയും
നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുമ്പോൾ പൂർണ്ണമായും പേ യുവർ അറ്റൻഷൻ ടു ഇറ്റ്, മേക്കപ്പ് യുവർ മൈൻഡ് ആൻഡ് ഗേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും സാർ നേരത്തെ പറഞ്ഞതുപോലെ there are seats available. Take it up and make this the most formative 2 years. Thank you very much. Thank you, sir. Thank you, sir, for your inspiring words. Thank you very much. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ അരുൺ സാറിന്റെ ടോക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരു ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് അത് ഉത്തേജകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ എംടെക് അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻസ് വിളിച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഈ സമയം ഷെയർ ചെയ്യാം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ DTKerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. DTKerala.gov.in. ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഞാൻ അതിന്റെ മറ്റ് ടെക്നിക്കൽ സൈഡിലേക്ക് കടക്കുന്നില്ല. വെബ്സൈറ്റ് ഞാനിപ്പോ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ അവൈലബിൾ ആയിട്ടുള്ള എംടെക് കോഴ്സസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ലിസ്റ്റ് ചെയ്യുന്നത്. CET സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് is offering 6 courses. I hope it is visible to you. Mechanical engineering also offers 7 courses. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നു. നമ്മുടെ ഡിസ്കഷൻ ടൈമിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് there is a multidisciplinary course, robotics and automation. Mechanical, electrical and electronics students can apply. Similarly, artificial intelligence, computer science, electrical and electronics students can apply. And this is courses offered, PG courses offered in Rajiv Gandhi Institute of Technology, RIT Kottayam. These are the courses in Government Engineering College, Thrissur. These are the courses in Government Engineering College, Kannur. And courses in GEC, Barton Hill, GEC Kozhikode, GEC Idukki, and GEC Palakkad and Wayanad. And our aided engineering colleges, TKM, MA College and NSS College of Engineering is also offering courses. It is also listed here. ഞാൻ നേരത്തെ സൂചിപ്പിച്ച DT.gov.in എന്നുള്ള വെബ്സൈറ്റിൽ അഡ്മിഷൻ ടാബിനകത്ത് ഈ പർട്ടിക്കുലർ ലിസ്റ്റ് ഓഫ് കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ താല്പര്യമുള്ളവർക്ക് അത് വിസിറ്റ് ചെയ്യാം. ദെൻ ഗവൺമെന്റ് കൺട്രോൾഡ് എഞ്ചിനീയറിംഗ് കോളേജസിലെ എംടെക് കോഴ്സസ് ആണ് അടുത്ത ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Then a number of self-financing engineering colleges also offering courses. എല്ലാ കോഴ്സിനും DTയുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പോ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 8th ആണ്.
നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഒരു പർട്ടിക്കുലർ സൈറ്റ് വിസിറ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. അതിന് ശരിക്കും കോഴ്സസിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും ഞാനൊരു കാര്യം മിസ് ചെയ്തു പോയി. ഡോക്ടർ അരുൺ സാർ പ്രസന്റ് ചെയ്തത് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്കഷൻസ് അരുൺ സാറിനോട് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാം. ഹയർ സ്റ്റഡീസ് സംബന്ധിച്ചോ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ സംബന്ധിച്ചോ ഉള്ള ക്വറീസ് അരുൺ സാർ ആൻസർ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് ചോദിക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ ID ഞാനിപ്പോ ഇടാം, അതിൽ കണക്ട് ചെയ്യുക. സാറേ, നമുക്ക് ഈ കേരളത്തില് എവിടെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് എംടെക്കിന്റെ ഒപ്പരം കണ്ടിന്യൂസ് ആയിക്കൊണ്ട് PhD കൂടി ചെയ്യുന്ന ഏതെങ്കിലും അവൈലബിലിറ്റി കോഴ്സുകൾ ഉണ്ടോ? സാർ അത് NIT ഓഫേർഡ് ഉണ്ട്, CET-ലുണ്ടോ സാർ? അങ്ങനെ ജോയ് അല്ല സാർ, ഇപ്പൊ PhD ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് MTech തുടർന്ന് KTUവിന്റെ എൻട്രൻസ് എഴുതിയ ശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു പ്രൊപ്പോസൽ. അല്ല, ഇന്റഗ്രേറ്റഡ് ഒരിടത്തും ഇല്ല. നമുക്ക് മാസ്റ്റേഴ്സ് ഒരു ലെവലായി കഴിഞ്ഞിട്ടാണ് മറ്റേ ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുത്ത് PhD-ലേക്ക് പോകുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ വേറെ തന്നെയാണല്ലോ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഹായ് സാർ, ഗുഡ് ഈവനിങ്. സാർ, ഇപ്പോൾ ഞാൻ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഇതിന്റെ കൂടെ നമുക്ക് CET-യിൽ എന്തെങ്കിലും MTech കോഴ്സുകളുണ്ടോ വർക്കിംഗ് പ്രൊഫഷണൽസിന് ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ റിലേറ്റഡ്? നമുക്ക് നമ്മുടെ MTech വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം അതിൽ അഡ്മിഷൻ ഉണ്ടോ എന്ന് സംശയമുണ്ട്. സേവ്യർ സാർ കേൾക്കുന്നുണ്ടോ സാർ? അതെ, കേൾക്കുന്നുണ്ട്. അതിന്റെ നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മുടെ CET-യുടെ സൈറ്റിലുണ്ട്. നമ്മള് 9-ാം തീയതിയാണ് അഡ്മിഷൻ വെച്ചിരിക്കുന്നത്. എന്താ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാർ? ഉണ്ട് സാർ, ഉണ്ട്. PG തന്നെ PG ഇല്ല കേട്ടോ, PG ഇല്ല, UG ആണ് ഉള്ളത്. PG അങ്ങനെ PG AICTE-ലും ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എന്തെങ്കിലും ഈ വർഷം അങ്ങനെ തുടങ്ങിയെങ്കിലേ ഉള്ളൂ. കഴിഞ്ഞ വർഷം AICTE ഇൻട്രൊഡ്യൂസ് ചെയ്ത UG ആണ്. അത് UG നമ്മൾ ഈ വർഷം ഇലക്ട്രിക്കല്, പിന്നെ എനിക്ക് സിവിൽ, മെക്കാനിക്കൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെ 3 ബ്രാഞ്ചാണ് നമ്മൾ തുടങ്ങുന്നത്. UG ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ അത് ലൈവാണ്. ഇപ്പൊ നമ്മൾ 9-ാം തീയതിയാണ് അതിന്റെ അഡ്മിഷൻ വെച്ചേക്കുന്നത്. 9-ാം തീയതി എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. PG അല്ല, UG ആണ്. ഓക്കെ. അരുൺ സാറേ, നമുക്കിപ്പോ ഞാൻ ഓൾറെഡി ഒരു MTech എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് PhD ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെയിം സബ്ജക്റ്റിൽ മാത്രമേ നമുക്ക് PhD ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സബ്ജക്ട് ഇഷ്ടമാണെങ്കിൽ അതിൽ MTech എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ മേഖലയിൽ PhD പോകാൻ പറ്റൂ? ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പോ തീരെ നമുക്കിപ്പോ മാറാൻ പറ്റത്തില്ല. ഐ മീൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും വേണമല്ലോ. പക്ഷെ എല്ലായിടത്തും PhD-ക്ക് ഒരു ക്വാളിഫയിങ് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിഫയിങ് ഇന്റർവ്യൂ കാണും. That if you can clear, it's up to the university, it's up to the professor with whom you are going to work. അങ്ങനെ ഒരു രീതിയാണ് എല്ലായിടത്തും കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോ MTech ചെയ്ത സ്പെഷ്യലൈസേഷനിൽ തന്നെ അതിൽ തന്നെ നാരോ ഡൗൺ ചെയ്ത് PhD ചെയ്യണമെന്നില്ല. ഒരു ലീവേ എല്ലായിടത്തും ഉണ്ട്. ബട്ട് ഐ തിങ്ക് മറ്റേ ബ്രോഡായിട്ട് അതേ സബ്ജക്ട് ഏരിയയിൽ നിൽക്കണമെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. You come out of BTech, you end up doing financial engineering. MTech കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി ഫൈനാൻസിലോ ഇക്കണോമിക്സിലോ PhD-ക്ക് പോവാം. ഓക്കെ. ഞാൻ കൺട്രോൾ സിസ്റ്റത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ റോബോട്ടിക്സിലോട്ടൊക്കെ PhD ചെയ്യാൻ പറ്റുമോ? 100% പറ്റും. ഓക്കെ, താങ്ക് യു സാർ. ഹലോ സാർ, ഒരു ക്വസ്റ്റ്യൻ പറയൂ. ഈ BTech പഠനത്തിന് ശേഷം MBA ചെയ്യാൻ കഴിയുമോ?
ബിടെക് പഠനത്തിന് ശേഷം കാറ്റ് എഴുതി കേരളത്തിൽ MBA ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരുപാട് കോളേജുകൾ ഇപ്പോൾ എബ്രോഡ് പോവുകയാണെങ്കിൽ ദേ ഓൾവേസ് ഇൻസിസ്റ്റ് ഓൺ 2 years വർക്ക് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ടേ MTechന് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് ആ കോളേജോ യൂണിവേഴ്സിറ്റിയിലോ അന്വേഷിക്കുക. ഇപ്പൊ IIMസിലൊക്കെ പോകണമെങ്കിൽ ആ വർക്ക് എക്സ്പീരിയൻസിന്റെ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അവരുടെ എൻട്രൻസ് ഏതാന്ന് നോക്കുക. അല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ബാച്ചിലേഴ്സ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ബാച്ചിലേഴ്സ് ആണെങ്കിൽ MBA ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. Okay, thank you, sir. ബസ്മൽ ചോദിച്ചിരിക്കുന്ന ഇസ് ദർ എനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് ഇൻ ഡൂയിങ് മാസ്റ്റേഴ്സ് അണ്ടർ KTU? ഇപ്പൊ എന്റെ അറിവിൽ ഇല്ല. ഉണ്ടോ സാർ? ശരി സാർ, നമുക്ക് ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമുക്ക് റൈസ് ചെയ്യാം. സാറിന്റെ ലിങ്കിൻ അതിൽ നിലവിൽ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഗൈഡ് ലൈൻസും ചെയ്തു തരാൻ പറ്റും. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു ജോയ് സാർ. താങ്ക് യു സേവർ സാർ. താങ്ക് യു സർ. താങ്ക് യു. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഒരു നിമിഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ കോഴ്സസ് ഞാൻ അഡ്മിഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇപ്പോൾ അഡ്മിഷന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പ്രൊസീഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ CET ഒത്തിരി ഷോർട്ട് ടേം പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ റെഗുലറായിട്ട് ഷോർട്ട് ടേം പ്രോഗ്രാംസ് CET നടക്കുന്നുണ്ട്. 3D മോഡലിംഗ് ആൻഡ് 3D പ്രിന്റിംഗ് നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സെന്റർ വഴി CETയുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് റെഗുലറായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഇപ്പൊ ഒരു ബാച്ച് റണ്ണിംഗ് ആണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ നേരത്തെ അരുൺ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോഷുമായിട്ട് ചേർന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം, കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇയർ റൗണ്ട് ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആൻസസ് എഞ്ചിനീയറിംഗ് അനാലിസിസ്, സ്പെസിഫിക്കലി സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള അനാലിസിസ് പ്രോഗ്രാം, അനാലിസിസ് ട്രെയിനിങ്, ആൻസസ് ട്രെയിനിങ്, CAD ട്രെയിനിങ്സ് റൊട്ടീനായിട്ട് നടക്കുന്നുണ്ട്. മാത്ത് ലാബ് ട്രെയിനിങ്, നെക്സ്റ്റ് ഡേ ഞങ്ങളൊരു മാത്ത് ലാബ് ട്രെയിനിങ് ഓൺ ഡേ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാത്ത് ലാബ് ട്രെയിനിങ്സ് റെഗുലറായിട്ട് ഷോർട്ട് ടേം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടോട്ടൽ പ്രൊഫഷണൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് റോൾസിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാം. അതിനകത്ത് ഓട്ടോഡെസ്ക് സോഫ്റ്റ്വെയർസ്, റിവറ്റ്, ദെൻ ഓട്ടോകാഡ്, ബ്ലൂ ബീം, ഇങ്ങനെ ഈ കാണുന്ന സോഫ്റ്റ്വെയർസ് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി CCU ആയിട്ട് ചേർന്നിട്ട് വിത്തിൻ 1 month ഇത്തരത്തിലൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യും. ഒരു CETയുടെ തന്നെ അലുമിനീസ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് ടൈപ്പ് ചെയ്ത് ഈ പ്രോഗ്രാം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ ഫെർദർ CETയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനോ താല്പര്യമുള്ള MTech കോഴ്സസ് അല്ലാതെ തന്നെ ഷോർട്ട് ടേം പ്രോഗ്രാംസിലൊക്കെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആവശ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ഞാനും എൻ്റെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഇല്ല എങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. CET നടത്തുന്ന ഷോർട്ട് ടേം പ്രോഗ്രാംസ്, മറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സർ, സേവ്യർ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ സർ? സർ, ഈ ഷോർട്ട് ടേം പ്രോഗ്രാംസുകൾ ഓൺലി ഫോർ BTech ഗ്രാഡ്സിന് മാത്രമാണോ? അല്ല, ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. നമ്മുടെ എല്ലാവർക്കും ഓപ്പൺ ആണ്. പക്ഷെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണം. നമ്മൾ പലപ്പോഴും പല സോഫ്റ്റ്വെയറും മാറ്റ്ലാബ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു പരിചയം വേണം. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു സിസ്റ്റം മോഡൽ ചെയ്യാനുള്ള ഒരു
ചെറിയെങ്കിലും ഒരു ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ഒരുപക്ഷെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെന്നുള്ള അറിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ കോഴ്സസ് എല്ലാം ഫണ്ടമെന്റൽസ് തൊട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിഫിക്കൽട്ട് വരാറില്ല. എന്തായാലും അതിന്റെ കോഴ്സ് കോർഡിനേറ്റേഴ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് ഒരുപക്ഷെ നമ്മള് ഏതെങ്കിലും നമ്മുടെ റെലവെന്റ് അല്ലാത്ത ഒരുപക്ഷെ ബ്രാഞ്ചിലെ BA അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അത് ബുദ്ധിമുട്ട് വരുമെന്ന് അറിയില്ല. ജോയ് സാർ എന്ത് പറയുന്നു? സർ, എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഡിപ്ലോമ എങ്കിലും മാത്രമേ ഞാൻ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസിലൊക്കെയുള്ള ട്രെയിനിങ് പോസിബിൾ ആവത്തുള്ളൂ. ആണ്. ഓക്കെ സർ. ഞാനൊരു കരിയർ കൗൺസിലർ ആണ്. അപ്പൊ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. കുട്ടികൾ BCA BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങനെ പറ്റുമോ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ അവർക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ചോദിച്ചായിരുന്നു. ഓക്കെ സർ, താങ്ക് യു. അത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഒരു BCA ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഓക്കെ. കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ചും ഈ പ്രോഗ്രാമിന് അനുവാദം തന്ന പ്രിൻസിപ്പൽ സേവ്യർ സാറിനും സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് കടന്നു വന്ന അരുൺ സാറിനും ഞാൻ പ്രത്യേകം NSSന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.